പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെങ്ങനെ തരണം ചെയ്യുന്നു? എന്താ ചെയ്യാം, കുറച്ചെല്ലാം ധ്യാനം എന്ന് പറഞ്ഞാൽ യോഗ അതേ അതിലുണ്ട്. അത് ഇരുന്നാൽ ചിലപ്പം മനസ്സൊന്ന് കാമനായിട്ടാണ്. ഏത് പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പ്രതിസന്ധി പറഞ്ഞാൽ എന്തെങ്കിലും ഈ കമ്മ്യൂണൽ വയലൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. എന്തെങ്കിലും കല്ലേറും അതും ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ദൈവവിശ്വാസം ഒരുപാടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ ജീവിതത്തിൽ. കാരണം നമ്മളെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തും മുന്നോട്ട് നന്മയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. ബാക്കിയുള്ള ഈ പബ്ലിക് നമുക്ക് സൊസൈറ്റിയുമായിട്ടുള്ള മറ്റുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചാരിറ്റി ആക്ടിവിറ്റിയെല്ലാം ഉണ്ട്. സൊസൈറ്റി ആയിട്ടുള്ള ഇതുണ്ട്. നമ്മൾ ഒരു ചൈതന്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഒരു ഡയറക്ടറാണ്. അമ്പലത്തിൻ്റെ ട്രസ്റ്റുകളിൽ അമ്പലത്തിൻ്റെ എല്ലാ ഫങ്ഷനിലെല്ലാം പങ്കെടുക്കും. ട്രസ്റ്റിൽ ഏതെങ്കിലും പുതിയ ഒരു കൺസ്ട്രക്ഷൻ അമ്പലം ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അമ്പലത്തിലായാലും പള്ളിയിലായാലും എല്ലാത്തിലും എല്ലാവിധ ദൈവം ഒന്നേ ഉള്ളൂ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു. വളരെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മകള്, അവൻ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, അതൊക്കെ എപ്പോഴും അയാളുടെ ജീവിതത്തിൽ ഒരു വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. സുരേഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ അച്ഛൻ ചെയ്ത സുഹൃത്തും അച്ഛൻ്റെ, കാരണം അച്ഛൻ തന്നെയാണ് എനിക്ക് ആ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം കിട്ടുക അച്ഛൻ തന്നെയാണ്. എന്നാലും ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അച്ഛനെ കൂടാതെ അമ്മയുടെ സപ്പോർട്ട് എത്രമാത്രം? അമ്മയുടെ സ്നേഹം. അപ്പോൾ നമ്മളെ ഈ ഷോപ്പ് റിനോവേഷൻ ചെയ്തിട്ട് ഇനോഗ്രേഷൻ ചെയ്ത അമ്മയാണ്. അമ്മയാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും. അതെ, ഈ ഒരു ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഇവിടെ സിനിമാ നടന്മാരോ മറ്റു രാഷ്ട്രീയക്കാരെക്കാളേറെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോകത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ടാവുള്ളൂ. ആ അമ്മയാണ് കാലെടുത്ത് വെച്ചാൽ അത് ഐശ്വര്യം ഉണ്ടാവും. അതാണ് സത്യം. ബാക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ? ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ എൻ്റെ മകന് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം അത് ബിസിനസ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അവന് താല്പര്യം മറ്റേ പ്രൊഫഷണലായിട്ട് പോകാന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ, അതാണ് അവന്റെ താല്പര്യം. പിന്നെ കുട്ടികളെ താല്പര്യം അനുസരിച്ചിട്ട് ഒരു ബിസിനസ്മാൻ ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ല. കാരണം ഒരാൾ റിട്ടയർമെന്റ് ഇപ്പോൾ ഇത്രയും കൃത്യമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഏട്ടന് ഒരു ദിവസം വന്ന് വീട്ടിലിരിക്കാൻ പോലും പറ്റില്ല. ഒരു ബന്ധമുള്ള ഒരു ദിവസം വീട്ടിലിരുന്നാൽ തന്നെ ഭയങ്കര ബോറടി ആയിരിക്കും. ഷുവറാണ്. കാരണം അതിങ്ങനെ റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ബ്രേക്ക് വന്നാൽ അത് ഫീൽ ചെയ്യും. അതുപോലെയാണ് ഒരിക്കലും ഒരു ബിസിനസ്സുകാരന് ഒരു റിട്ടയർമെന്റ് ഇല്ല. എന്ത് പറയുന്നു സുരേഷ് ഏട്ടൻ? ബിസിനസ്സുകാർക്ക് ഒരിക്കലും റിട്ടയർമെന്റ് ഉണ്ടാവില്ല. അവർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ആർക്കും താല്പര്യം, ഒരു കച്ചവടക്കാരനും താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ പഠിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കണം, കറങ്ങിക്കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്നത്. അതാണ് താല്പര്യം. പക്ഷെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടാണ് നമ്മളെല്ലാവരും സമ്പാദിച്ചത്. അല്ലേ? അച്ഛനും സമ്പാദിച്ചു, സുരേഷ് ഏട്ടനും അനുജന്മാരും ഒക്കെ എല്ലാം ഒരു ഇതാണ്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? തൃപ്തനാണ്, പൂർണ്ണ സംതൃപ്തി. വീണ്ടും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ? ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ദൈവം എല്ലാ സർവേഷനും പ്രതീക്ഷിക്കാതെ നമ്മൾ തന്നു. ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യം അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സുരേഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മകനായിരുന്നാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറ ഒരു ബിസിനസ് രംഗത്ത് കടന്നു വരുക, അവർക്കൊരു പ്രചോദനമാവാൻ ഇത്രയും നാളത്തെ ഒരു 37 വർഷക്കാലമായി ഈ ബിസിനസ് ജീവിതത്തിൽ നിൽക്കുന്ന സുരേഷ് ഏട്ടൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? സത്യസന്ധതയാണ്. ഏറ്റവും ബിസിനസ്സിൽ വേണ്ടി സത്യസന്ധതയാണ്.
അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും കറപ്ഷൻ എന്ന് പറഞ്ഞ ഇതില്ല ഇതിൽ. സത്യസന്ധതയിൽ സത്യസന്ധതയിൽ നടന്നാലേ ബിസിനസ് മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയമില്ല. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചത് ഒരുപാട് നന്ദിയുണ്ട്. സുരേഷ് ഏട്ടൻ്റെ വാക്കുകൾ ഏതൊരു വ്യാപാരിക്കും ഒരു വ്യവസായിക്കും അവൻ്റെ കർമ്മമണ്ഡലം അല്ലെങ്കിൽ അവൻ്റെ വ്യാപാര സ്ഥാപനം വിജയിപ്പിക്കണമെങ്കിൽ സത്യസന്ധമായി പെരുമാറുക, സത്യസന്ധമായി കച്ചവടം നടത്തുക, എങ്കിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിയും. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനായ അദ്ദേഹം എന്നും ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകൾ. ഈ വാക്കുകളിലൂടെ അദ്ദേഹം ജീവിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എന്ന് പറയുന്ന സ്ഥാപനം തല ഉയർത്തി നിൽക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും വാരി ചുരിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കും. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.